നമസ്തേ. പല പേരൻസും ഓട്ടിസത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ഓട്ടിസം ഉള്ള കുട്ടികളുടെ പേരൻസ് മാത്രമല്ല സാധാരണക്കാരും ചോദിക്കുന്നത്, ഈ ഓട്ടിസമൊക്കെ മാറുമോ? അത് മാറുമില്ലല്ലോ, അത് ജനറ്റിക് അല്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം. പക്ഷേ ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, ഇത് ജനറ്റിക് ആണെന്ന് ഒരിടത്തും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. കാരണം ജനറ്റിക് ആണെങ്കിൽ ഒരു കാരണവശാലും ഈ ഞാൻ ഓട്ടിസം മാത്രമുള്ളതാണ് പറയുന്നത്. CPO അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷനോ ഇങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ളതല്ല. ഓട്ടിസവും അതുപോലെ തന്നെ ADHDയും എന്ന് പറയുന്നത് മിക്കവാറും കണ്ടുവരുന്നത് 95% ഒരു 2.5 വയസ്സിന് മേലെ ആണ് നമുക്ക് പ്രകടമാവുക. കാരണം അതിൽ കൂടുതലും ബിഹേവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ആയതുകൊണ്ടും സ്ട്രക്ചറലായിട്ട് MRIയിലോ CT സ്കാനിലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനറ്റിക് ആണെന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? മരുന്ന് കൊണ്ട് മാറുമോ? ഇതാണ് അടുത്ത ചോദ്യം. ആയുർവേദത്തിൽ ഇതിന് മരുന്നുണ്ടോ? ആയുർവേദത്തിൽ എങ്ങനെയാണ് ഓട്ടിസം എന്താ പറയുന്നത്? അപ്പോൾ ഇത് ഒന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് നമുക്ക് ഓട്ടിസത്തിൻ്റെ ഡീലിംഗ്, അല്ലെങ്കിൽ ഓട്ടിസം നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്ന് ആലോചിക്കുമ്പോൾ പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ആഹാരം. എന്ത് ആഹാരം കഴിക്കണം, അതിൽ ക്വാണ്ടിറ്റി എത്ര വേണം, ക്വാളിറ്റി എന്താണ് വേണ്ടത്, എത്ര കഴിക്കണം, ടൈമിങ്. ഈ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ടൈമിങ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് അത് വിശദമായിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറഞ്ഞു തരാം. അതാണ് ആഹാരം. രണ്ടാമത് വരുന്നതാണ് അഷ്ടാംഗം എന്ന് പറയുന്നതാണ്. 8 കാര്യങ്ങളിൽ അഷ്ടാംഗത്തിലെ രണ്ടാമത്തതാണ് സാത്വിക് തോട്ട്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ തോട്ട്സ് എന്ന് പറയും. അത് ലഘുവായിട്ട് പറഞ്ഞാൽ, ഞങ്ങളുടെ അനുഭവത്തിൽ എസ്പെഷ്യലി ചികിത്സ തുടങ്ങിയിട്ട് 10-15 കൊല്ലമായെങ്കിലും പല പേരൻസും ചിലർ 2.5 വയസ്സിൽ കുട്ടിയെ കൊണ്ടുവരുന്നവരുണ്ട്, ചിലർ 12 വയസ്സിൽ കൊണ്ടുവരുന്നവരുണ്ട്. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇത് നമുക്കൊരു സ്പിരിച്വലായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ഇന്ന് എനിക്ക് കിട്ടേണ്ടത് എന്നുള്ളത് ഓൾറെഡി റിട്ടൺ ആണ്. അതായത് നമ്മൾ കർമ്മം എന്നോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു 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 ബ്ലെസ്സിങ് എന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേശ്ശെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതൊരിക്കലും റിലീജിയസ് അല്ല. സ്പിരിച്വാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, റിലീജിയൻ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ സ്പിരിച്വൽ തോട്ട്സ് എന്തായാലും ഇതിനകത്തൊരു ഘടകമാണ്. രണ്ടാമത്, നമ്മുടെ കർമ്മഫലം അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ആ കുട്ടിയോട് നമുക്ക് എപ്പോഴും കടപ്പാടുണ്ടാവണം എന്നാണ് പറയുക. ലഘുവായിട്ട് പറയുകയാണെങ്കിൽ അതാണ് സ്പിരിച്വൽ അല്ലെങ്കിൽ സാത്വിക് തോട്ട്സ്. കാരണം സാത്വിക് എന്ന് പറയാൻ കാരണം, ആ ഒരു സാത്വിക് തോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാര്യം ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു തിരിച്ചറിവുണ്ടാവുള്ളൂ. അതാണ് സാത്വിക് തോട്ട്സ് എന്ന് ഒരു ലേമാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ. അത് വളരെ ഡീപ്പാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഹീലിംഗ് ഹാൻഡ്സ് ഓഫ് നേച്ചർ. നേച്ചർ ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നേച്ചറിൻ്റെ താളത്തിനൊത്ത് മാത്രമേ നമുക്ക് ചികിത്സ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നേച്ചറിന് നമുക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോശാല പോലെയുള്ളതും ഗാർഡനിങ് അല്ലെങ്കിൽ ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം ആ നേച്ചറിൻ്റെ ഒരു ഹീലിംഗ് പവറിനെ നമുക്ക് കടമെടുത്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നാലാമത്തതാണ് തെറാപ്പി ഇൻ്റഗ്രേഷൻ. നമുക്ക് എല്ലാവരും ഇപ്പോൾ സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി ഇങ്ങനെയുള്ള തെറാപ്പികളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര കൊടുക്കണം, എന്ത് ഡോസായിരിക്കണം, അതിനെന്ത് ഗോളാണ് ഉണ്ടാവേണ്ടത്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹോംവർക്ക് വീട്ടിൽ എന്തൊക്കെയാണ് പേരൻസ് ചെയ്യേണ്ടത്, ഇതിന് റാപ്പുമായിട്ടൊരു ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു പ്രോപ്പർ പാറ്റേണിലായിരിക്കണം നമ്മുടെ തെറാപ്പി കൊടുക്കേണ്ടത്. അതാണ് നാലാമത്തത്, തെറാപ്പി ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അടുത്തതാണ് ആയുർവേദിക് ഇൻ്റർവെൻഷൻ. നമ്മൾ ബേസ് ചെയ്യുന്നത് ഒരു ഗട്ട് ബ്രെയിൻ തിയറി ആയതുകൊണ്ട് തന്നെ ഈ ഗട്ട് കറക്ഷൻ എന്നുള്ളതിന് ആയുർവേദത്തിന് വളരെയധികം പങ്ക് വഹിക്കാനുണ്ട്. കാരണം മറ്റ് ചികിത്സാശാസ്ത്രത്തിൽ ഇല്ലാത്തതുപോലെ ആയുർവേദം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു റൂട്ട് കോസിനെ ചികിത്സിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആയതുകൊണ്ട് തന്നെ ഈ ഗട്ട് കറക്ഷൻ ആയുർവേദത്തിന് വളരെയധികം പങ്കുണ്ട്. അതാണ് ആയുർവേദിക് ഇൻ്റർവെൻഷൻ. അത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളായിക്കോട്ടെ, പുറമേക്ക് ചെയ്യുന്ന ചികിത്സകളായിക്കോട്ടെ, അതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള സയൻറ്റിഫിക് ഇതുണ്ട്. അതാണ് അടുത്തത്. ഇനി അടുത്തത് വരുന്നതാണ് നമുക്ക് നാഡീശുദ്ധി എന്ന് പറയും. അതായത് ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന നമുക്ക് നാഡീശുദ്ധി ത്രൂ പ്രാണായാമം എന്ന് പറയും. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് യോഗ പ്രാണായാമം അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും
പേരൻസ് ഇത് ശീലിക്കുക. ദിവസവും വീട്ടിൽ ശീലിക്കുന്നത് വഴി ഓട്ടോമാറ്റിക്കായിട്ട് അത് കുട്ടിയും കൂടെ പഠിച്ചു തുടങ്ങും. അതാണ് നമുക്ക് നാഡീ ശുദ്ധി ത്രൂ പ്രാണായാമ, യോഗ ആൻഡ് പ്രാണായാമ എന്ന് പറയും. ഇതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. കാരണം വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ ഈ കുട്ടിക്കുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. വീട്ടിൽ ഭയങ്കര കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ ഒരിക്കലും കുട്ടി കാം ആവണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിയും അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീട്ടിലുണ്ടാവുന്ന അറ്റ്മോസ്ഫിയർ ഒരു സാത്വികമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അടുത്തത് ഗട്ട് കറക്ഷൻ. ഞാൻ നേരത്തെ ആയുർവേദത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥ പ്രോപ്പറാണോ, നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാണോ. ഡെയിലി മോഷൻ പോയി എന്ന് വിചാരിച്ചിട്ട് ഗട്ട് കറക്റ്റ് ആണെന്ന് ഒരിക്കലും ധരിക്കരുത്. എല്ലാവരുടെയും ധാരണ അതാണ്, മോഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പം ഗട്ട് കറക്റ്റ് ആണ്. പക്ഷെ ഒരിക്കലുമല്ല. അങ്ങനെയാണ് എങ്കിൽ ഒരു കുട്ടിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ആ കൊടുക്കുന്ന ആഹാരം വെറൈറ്റി ആയിട്ടുള്ള മൾട്ടി ന്യൂട്രീഷണൽ ആയിട്ടുള്ളത് കൊടുക്കുകയും അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യും, അത് അസിമുലേറ്റ് ചെയ്യും, അത് പ്രോപ്പറായിട്ട് നമ്മുടെ ധാതുക്കളിലേക്ക് എത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഗട്ട് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഏറ്റവും അവസാനത്തെ. പക്ഷേ അഷ്ടാംഗത്തിലെ ഏറ്റവും അവസാനമാണെങ്കിൽ പോലും അത് തിരിച്ചു വായിക്കുമ്പോൾ ആദ്യത്തെ കാര്യമാണ് അവസാനത്തെ എ. അഷ്ടാംഗ എന്നുള്ളതിൻ്റെ അവസാനത്തെ എ പറയുന്നത് ആർട്ട് ഓഫ് പോസിറ്റീവ് പേരൻറ്റിങ് എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ള ഒരു പരിധി വരെ 90% കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസും നമ്മൾ പേരൻസിൽ നിന്ന് അവർ പഠിച്ചതാണ്. അല്ലെങ്കിൽ അവർ ഒരു അറ്റൻഷൻ സീക്കിങ് കാണിക്കുമ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പേരൻറ്റിങ് പാർട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് ഗുണം കിട്ടില്ല. കുറച്ച് മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം ഓട്ടിസം മാറില്ല. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അഷ്ടാംഗ, ASHTANGA, അഷ്ടാംഗ. ഇത് മുഴുവനായിട്ട് നമുക്ക് പരിപാലിച്ചെങ്കിൽ മാത്രമേ, വീട്ടിലെ അറ്റ്മോസ്ഫിയർ പ്രോപ്പറായെങ്കിൽ മാത്രമേ, ആഹാരം നേരെയായെങ്കിൽ മാത്രമേ, പേരൻസിൻ്റെ മൈൻഡ് സെറ്റ് പ്രോപ്പറായെങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടിസം എന്തായാലും നമുക്ക് തിരിച്ചു പിടിച്ച് ആ കുട്ടിയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അനുഭവം വ്യക്തമാക്കുന്നത്. എല്ലാവരും ഈ ഒരു കോൺസെപ്റ്റിൽ മുന്നോട്ട് പോവുക. കുട്ടികളെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, നമ്മുടെ കഷ്ടപ്പാട് നമുക്ക് ഏറ്റെടുക്കാനും പറ്റട്ടെ. നമസ്തേ.